സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഹായ്, സിനിമ കാണുമ്പോൾ പലതരം കളർ ടോണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം കളർ പാറ്റേൺ സെറ്റ് ചെയ്ത് മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ 5 സിനിമകൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകരിക്കപ്പെടുന്ന അവാർഡ് കിട്ടുന്ന സിനിമകളെ ചില കണ്ടിട്ട് ഇതിനൊക്കെ അവാർഡ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ കഥ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അവാർഡ് കൊടുക്കുന്നവർ കഥയുടെ ഓവറോൾ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ കളർ പാറ്റേണ് ഒരു പ്രധാനമായ ഘടകമുണ്ട്. മലയാള സിനിമകൾ ഇങ്ങനത്തെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കി തുടങ്ങിയത് ഈ അടുത്ത കാലം മുതലാണ്. എങ്കിൽ വിദേശ സിനിമകളിൽ ഒരുപാട് കാലങ്ങളായി ഇപ്പം നമ്മൾ മെട്രിക്സ് ഒക്കെ കണ്ടത് ഓർമ്മയുണ്ട്. അതിൻ്റെ പച്ച കളറൊക്കെ അത് ഒരു നടനെയോ ഒരു സംഭാഷണമോ അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ സിനിമയുടെ മൂഡ് മനസ്സിലാക്കി തരും. പ്രേക്ഷകനെ അത്തരം ഒരു മൂഡിലേക്ക് സെറ്റ് ചെയ്യാനും ഇത്തരം കളർ ടോണുകൾ ഉപകരിക്കും. എറിക് ബിപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലോകത്തിലെ തന്നെ മികച്ച കളറിസ്റ്റ്. 2007 അക്കാദമി അവാർഡ് നേടിയ ഹാപ്പി ഫിൻ്റെ കളറിസ്റ്റ്. അദ്ദേഹം കളറിംഗ് ചെയ്ത മാഡ് മാക്സ് ഫുറി റോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിനിമ 6 മാസം കൊണ്ട് ഷൂട്ട് തീർന്നു. എന്നാൽ കളറിംഗ് 18 മാസം കൊണ്ടാണ് എറിക്ക് പൂർത്തീകരിച്ചത്. സിനിമയുടെ ഫുൾ ലെങ്ത് യൂട്യൂബിൽ തന്നെയുണ്ട്. കിഡിലൻ കളർ ഗ്രേഡിംഗ് ആണ്, കണ്ടു നോക്കുമല്ലോ. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് സിനിമയിൽ കളറിങ്ങിന്. ഈ വീഡിയോയുടെ കളർ ഗ്രേഡിംഗ് സെറ്റിങ്സ് അയച്ചു തന്നത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്ന ശൈലേഷ് എസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മലയാളത്തിൽ ഈ അടുത്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വന്ന അപ്ഡേഷൻ കൊണ്ടൊക്കെ ചില ടോണുകൾ പരീക്ഷിച്ച് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരു സിനിമയ്ക്ക് ഒരേ ടോണൊക്കെ കൊടുത്തിട്ട് പരീക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമായി തോന്നിയിട്ടില്ല. കാരണം കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമയും പിന്നെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമയും ഒരേ ടോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം സിനിമയുടെ കഥകളും മൂഡുമെല്ലാം പലതരത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഒരേ ടോൺ എങ്ങനെ അതിന് സ്വീകാര്യമാകും? എന്നാൽ പുതിയ സംവിധായകർ കളർ ഗ്രേഡിങ് അവരുടെ സിനിമയ്ക്ക് ആവശ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അടുത്തിറങ്ങിയ 5 സിനിമകളാണ്. 1 കുമ്പളങ്ങി നൈറ്റ്സ്, 2 ജല്ലിക്കെട്ട്, 3 മൂത്തോൻ, 4 വൈറസ്, 5 അയ്യപ്പന് കുരിശ്. ഈ 5 സിനിമകളാണ് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ് ശ്രദ്ധിച്ചാലറിയാം. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ടൈറ്റിൽ കാർഡ് യെല്ലോ, ഗ്രീൻ, ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത്. രാത്രി കായലിൽ കാണുന്ന വിചിത്ര വർണ്ണങ്ങളാണല്ലോ ആ സിനിമയുടെ ഹൈലൈറ്റ്. അതിൽ നിന്നുമാണ് ആ കളർ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് ടീൽ എന്ന കളർ പാറ്റേൺ ആണ്. ഒരു ട്രെൻഡി കളർ പാറ്റേണിനെ വെറുതെ എടുത്തങ്ങ് യൂസ് ചെയ്തിരിക്കുകയല്ല. ഓറഞ്ച് പെട്ടെന്ന് വികാരങ്ങൾ ഉണ്ടാക്കുന്ന നിറമാണ്. പ്രതീക്ഷയുടെയും നിറമാണ് ഓറഞ്ച്. ലൈഫ് ഓഫ് പൈലൊക്കെ ശ്രദ്ധിച്ചാൽ ഓറഞ്ചിൻ്റെ ഉപയോഗം മനസ്സിലാക്കാം. ഊർജ്ജസ്വലതയുടെയും തീഷ്ണതയുടെയും നിറമാണ് ഓറഞ്ചെങ്കിലും അതേസമയം ഓറഞ്ച് ബാലിശവുമാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ സഹോദരന്മാരെ ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അവരിൽ അതിൻ്റെ പ്രതിഫലനം കാണാം. അതേസമയം ഷമ്മിയുടെ കഥാപാത്രം വരുന്നിടത്ത് ഒരു യെല്ലോ ടോൺ മിക്സ് ചെയ്ത കളറാണ് വരുന്നത്. ഇവിടെ യെല്ലോയുടെ നെഗറ്റീവ് സൈഡിനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അയാളുടെ ആത്മാഭിമാനം, യുക്തിഹീനമായ ഇടപെടൽ, ഒരേ സമയം വികാരങ്ങളുടെയും ദൗർബല്യത്തിൻ്റെയും സൂചകമായിട്ടാണ് യെല്ലോ ടോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂ, ഗ്രീൻ ആ കായലിൻ്റെ പരിശുദ്ധി പോലെ ഉള്ളൊരു കളറിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ചുകൂടെ പരിശുദ്ധമാവുന്നത് കാണാം. ജല്ലിക്കെട്ടിൻ്റെ നിറം പറയുമ്പോൾ മെറൂൺ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ കാണാം. മെറൂൺ വിളവെടുപ്പിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും നിറമാണ്. ചുവപ്പിൻ്റെ അളവ് കൂടിയ മെറൂൺ ഹൃദയമിടിപ്പ് കൂട്ടുന്ന നിറമാണ്. ബോധാവസ്ഥയ്ക്കും ഉപബോധ അവസ്ഥയ്ക്കും ഇടയിലാണ് ഈ നിറത്തിൻ്റെ സ്ഥാനം. മെറൂണിനോട് കറുപ്പ് ചേരുമ്പോൾ ശരിയായ ഇന്ദ്രിയാനുഭൂതിയുടെ ഉദ്ദീപനമാണ് അവിടെ ഉണ്ടാകുന്നത്. തിന്മ, ദുഷ്ടത, ദുരാചാരം എന്നിവയുടെ എല്ലാം സങ്കലനം പ്രതീകാത്മകമായി സൃഷ്ടിക്കാൻ അവിടെ കറുപ്പിന് സാധിക്കുന്നുണ്ട്. കാമം, ക്രോധം, ഭോഗം എന്നതിൻ്റെ ഊർധ്വമുഖമാണ് ഈ 2 നിറങ്ങളും ചേരുമ്പോൾ കിട്ടുന്നത്. ചെളിയും രക്തവും ഇരുട്ടും കലർന്ന ജല്ലിക്കെട്ട്. മൂത്തോനിൽ 2 പാർട്ടായിട്ടാണ് സിനിമയുടെ കഥാഖ്യാനം. അതുപോലെ 2 തരത്തിലുള്ള ഒരു കളർ ഗ്രേഡിംഗ് പാറ്റേൺ അതിൽ ഉപയോഗിച്ചതും കാണാം. ലക്ഷദ്വീപിൽ വരുമ്പോൾ ഒരു കളറും കാമാത്തിപുരയിൽ വരുമ്പോൾ മറ്റൊരു കളറും. ലക്ഷദ്വീപിൽ തന്നെ 2 മൂഡുകൾ മാറുമ്പോൾ 2 കളർ ടോണിലേക്ക് വരുന്നതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാമാത്തിപുരയിൽ ബ്ലാക്കും റെഡുമാണ്. ചുവപ്പ് ആണോർജ്ജത്തെയും ആരോഗ്യത്തെയും ബലത്തെയും കാണിക്കുന്നു. ആണധികാരം എന്ന് ഒറ്റ വാക്കിൽ പറയാം. കറുപ്പ് വശീകരണം, ആഭിചാരം, നിഗൂഢത ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 കളറുകളും ചേരുമ്പോൾ അതിനൊരു വ്യഭിചാരത്തിൻ്റെയും വഴിപിഴക്കലിൻ്റെയും വഞ്ചനയുടെയും സ്വഭാവം കൈവരുന്നുണ്ട്. എന്നോട് കളിക്കണ്ട അല്ലെങ്കിൽ ഡോണ്ട് മെസ് വിത്ത് മീ എന്നൊരു സൂചനയാണ് ഈ നിറം. കാമാത്തിപുരയിലെ ഭാഗങ്ങളെല്ലാം ഇരുണ്ട ജീവിതത്തിൻ്റെ ഒരു നിറം നമുക്ക് ആ കളർ പാറ്റേണിലൂടെ കാണിച്ചു തരുന്നുണ്ട് സിനിമ. എന്നാൽ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ബ്ലൂ, ഗ്രീൻ, വയലറ്റ് എന്നീ നിറങ്ങളുടെ സംയോജനം കാണാം. തുടക്കത്തിലെ നീല ശാന്തതയുടെയും പ്രസന്നതയുടെയും പ്രതീകാത്മകമായി ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. തെളിഞ്ഞ നിറമാണെങ്കിലും നീല നിറത്തിന് അകൽച്ചയുടെ ഒരു ഷെയ്ഡുമുണ്ട്. ഇതിൽ ഗ്രീൻ മിക്സ് ആകുമ്പോൾ കിട്ടുന്ന അക്വാ നിറം അവിടുത്തെ ജലാശയ ലക്ഷദ്വീപിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു പർപ്പിൾ ഷെയ്ഡ് സിനിമയ്ക്ക് വരുന്നത് കാണാം. നമ്മുടെ സംവേദന അറകളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട് അത്.
പൊതുവെ പർപ്പിൾ കളറിനൊരു ഫെമിനിൻ സ്വഭാവമുണ്ട്. അത് സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു പ്രണയം മുട്ടിട്ട് വിരിയുന്ന വയലറ്റ് നിറം. ഓസ്കാർ നേടിയ മൂൺലൈറ്റ് എന്ന സിനിമയിലും ഈ ഒരു കളർ കോമ്പിനേഷൻ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. അടുത്ത ഒരു കളർ പ്രൊഫൈൽ ഉണ്ടായിരുന്ന സിനിമയാണ് വൈറസ്. ഗ്രീൻ റെഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു വൈറസ്. സമൂഹവും ജീവിതവും തമ്മിലുള്ള വീക്ഷണകോണങ്ങളുടെ പല തലങ്ങൾ കാണിക്കാനാണ് ഈ നിറം ഉപയോഗിച്ചിരിക്കുന്നത്. അവഹേളനം, അക്രമ സ്വഭാവം, ആയാസം എന്നൊക്കെയുള്ള ചുവപ്പിൻ്റെ ഭാവങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ പോലെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു കളറാണ് ചുവപ്പ്. അതുപോലെ ഇവിടെ ഗ്രീൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ നിഷേധ സ്വഭാവത്തെ കൂടുതലായി എടുത്തുകൊണ്ടാണ്. വിരസത, സ്തംഭനാവസ്ഥ, തേജോവധം എന്നിവയാണ് ഗ്രീൻ നിറത്തിൻ്റെ നിഷേധഭാവം. ഒരു ഭീകരത വരുത്താൻ പച്ചയ്ക്ക് സാധിക്കും. അപ്പോൾ വൈറസിൽ നമ്മൾ അനുഭവിച്ച വികാരങ്ങൾക്ക് കളർ പാറ്റേൺ ഒരു പ്രഥമമായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലായില്ലേ? 4 സിനിമ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഇനിയുള്ളത് അയ്യപ്പനും കോശിയും. അയ്യപ്പനും കോശിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഒരു ഗ്രേയും റെഡും ചേർന്നൊരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിൽ വരുമ്പോൾ വിഷ്വലുകൾക്ക് സാച്ചുറേഷൻ കുറച്ച് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. സാച്ചുറേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൻ്റെ തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഇവിടെ അങ്ങനെ ഒരു നിറം ചെയ്തത്? ചുവപ്പ് കായികമായ ധൈര്യവും ചെറുത്തുനിൽപ്പും ശക്തിയും യുദ്ധവും ആണ് ഇവിടെ കാണിക്കുന്നത്. അരോഗ ദൃഢഗാത്രതയും ആവേശവും ഈ നിറത്തിൻ്റെ പ്രത്യേകതയാണ്. ആക്രമണ സ്വഭാവമാണ് ചുവപ്പിൻ്റെ നിഷേധഭാവം. അയ്യപ്പൻ നായരുടെ ആക്രമണോത്സവത്തിക്ക് ചേർന്ന വേറൊരു നിറം ഏതാണ്? ഗ്രേ നിറം ആത്മവിശ്വാസത്തിൻ്റെ നിറമായാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ദൃശ്യത്തിന് സാച്ചുറേഷൻ കുറയ്ക്കുന്നതിലൂടെ ഒരു സമൃദ്ധിയുടെ തീവ്രത കുറയുകയാണ്. അതിൽ ടൈറ്റിൽ ചുവപ്പ് നിറം കൂടെ കലരുമ്പോൾ കമ്മ്യൂണിസം, സോഷ്യലിസം, പിന്നെ മണ്ണിൽ ചവിട്ടിയ കഥാപാത്രങ്ങൾ, ട്രൈബൽ കോളനി, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുക. സിനിമ സംസാരിക്കുന്നത് മുതലാളിത്ത മനോഭാവത്തിനെതിരെയാണല്ലോ. അടിച്ചമർത്തപ്പെട്ടവൻ്റെ കഥ പറയുന്ന സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളർ പാറ്റേൺ ഉപയോഗിച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ സിനിമകളൊക്കെ നിറങ്ങൾ നന്നായി ഉപയോഗിച്ച സിനിമകളായിരുന്നു. എന്നാൽ ഈയിടെ കണ്ടതിൽ നിറങ്ങൾ മോശമായി ഉപയോഗിച്ചു എന്ന് തോന്നിയ ഒരു സിനിമയുമുണ്ട്, അഞ്ചാം പാതിര. ഗ്രീൻ, ബ്ലൂ, റെഡ് നിറങ്ങൾ എപ്പോഴും കഥാപാത്രങ്ങളുടെ മുഖത്തേക്ക് ലൈറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതായി കണ്ടിരുന്നു. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. വൈറസ് സിനിമയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ ഇത്തരം കളറുകൾ കൊടുത്തതിൻ്റെ ഒരു വികലമായ അനുകരണമായിട്ടാണ് എനിക്ക് അഞ്ചാം പാതിര തോന്നിയത്. ത്രില്ലർ സ്വഭാവമുള്ളതുകൊണ്ട് കറുപ്പും ചുവപ്പും ഉപയോഗിക്കാം. പിന്നെ ചിലയിടങ്ങളിൽ ഹൊറർ വരുമ്പോൾ പച്ചയും ഉപയോഗിക്കാം. എന്നാൽ ഈ 3 കളറുകളും എന്തിനാണ് കഥാപാത്രങ്ങളുടെ മുഖത്തേക്ക് അടിച്ചതെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടത്തിൽ കളർ പാറ്റേണിനെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയാണ് ട്രാൻസ്. പക്ഷേ അതിങ്ങനെ ഒരു വീഡിയോയിൽ മാത്രം പറഞ്ഞു പോയാൽ പോരാൻ തോന്നുന്നു. അതിന് കുറേ ലെയറുകളുണ്ട് അതിൻ്റെ കളർ പാറ്റേണിന്. അതുകൊണ്ട് അതിനായി മാത്രം ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നല്ല ആശയത്തിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ സ്ലേറ്റിൽ വാട്സപ്പ് നമ്പർ വരുന്നുണ്ട്. വാട്സപ്പിൽ ഷെയർ ചെയ്താലും മതി. അതേപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം.